കൊച്ചി മെട്രോ നിർമ്മാണ പ്രവർത്തനത്തിനിടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം മുടങ്ങിയ പ്രതിസന്ധി പരിഹരിക്കാനായിട്ടില്ല. താൽക്കാലികമായി വാട്ടർ ടാങ്കുകളിൽ വെള്ളം വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും ഇതും കാര്യക്ഷമമല്ല. ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ KMRL ഉദ്യോഗസ്ഥരുമായും ജനപ്രതിനിധികളുമായും അടിയന്തര യോഗം ചേർന്നു. ഇന്ന് രാത്രിയോടെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനാകുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. പാലാരിവട്ടത്ത് മെട്രോ നിർമ്മാണ പ്രവർത്തനത്തിനിടെ തകർന്ന കുടിവെള്ള പൈപ്പ് നന്നാക്കാനുള്ള പ്രവർത്തനം രാവിലെ 10 മണിയോടെയാണ് ആരംഭിച്ചത്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും KMRL പ്രതിനിധിയും കരാർ കമ്പനി പ്രതിനിധിയും പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ഇനിയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ KMRL ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നു. ഇന്ന് രാത്രിയോടെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനാകുമെന്ന് ജില്ലാ കലക്ടർ പറഞ്ഞു. ഇതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. വെള്ള ടാങ്കറുകളിൽ വെള്ളം അടിക്കാനുള്ള സംവിധാനങ്ങൾ KWA പിന്നെ മെട്രോ ചെയ്യുന്നുണ്ട്. സോ വിൽ എൻഷുർ ദാറ്റ് ഇന്ന് നൈറ്റിലിന്നെ നമ്മുടെ സിസ്റ്റംസ് എല്ലാം ശരിയാവും എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ കരുതുന്നത്. ഇന്നലെ രാത്രിയാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. ഇതോടെ പാലാരിവട്ടം, കലൂർ, എളമക്കര, ചേരാനല്ലൂർ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം മുടങ്ങി. ഇതോടെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. വാട്ടർ ടാങ്കുകളിൽ സമാന്തരമായി കുടിവെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും ഇത് കാര്യക്ഷമമാകുന്നില്ലെന്നാണ് ആരോപണം. മീഡിയ 1 കൊച്ചി.